ഗൈസ്, അപ്പൊ ഞങ്ങൾ മദീനത്തേക്ക് പോവാണ്. പിന്നെ അനിയത്തി പോയി. ഓക്കെ, അപ്പൊ ഞാൻ പാക്കിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓവർ ഹിയർ ഐ ഫിൽഡ് ഇറ്റ് അപ്പ്. ഓക്കെ, ഞാൻ പോവാനുള്ള അബായ ആൻഡ് മൈ ബാഗ് ആൻഡ് എവറിത്തിങ് ഇസ് സെറ്റ് ഓവർ ദെയർ. അങ്ങനെ നമുക്ക് എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം കേട്ടോ. അതൊക്കെ തന്നെ അയച്ചില്ല ഗൈസ്, ഇങ്ങോട്ട് പോവാ. അതുകൊണ്ട് ആകെ കൺസ്ട്രക്ഷൻ വർക്ക് പോവാൻ നോക്കാം. ഇത് ഇങ്ങനെയുള്ളതാണ് ഇതൊരു പെടുക. ലൈക്ക് ഞാൻ ഇതിന്റെ പുറമെ ഇനി വോയിസ് ഓവർ ഒന്നും കൊടുക്കണില്ല. അത് എന്റെ കുട്ടിയല്ലേ. അപ്പൊ മിനു റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം. ഞങ്ങളൊന്ന് മാറ്റി റെഡി ആവട്ടെ. ഓക്കെ, ബൈ. ഞങ്ങൾ റെഡി ആയിട്ടോ. ഈ അബായ ഞങ്ങളെ ഉപ്പ വാങ്ങി തന്ന അബായയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇട്ടുന്നത് മദീനത്തേക്ക് പോകുമ്പോൾ ഇടാറുണ്ട്, എടുത്ത് വെച്ചതാണ്. ഓൾഡ് ബ്ലാക്ക് അല്ല ബ്രൗണ് ആൻഡ് മൈനസ് ലൈക്ക് യുനോ ബ്ലാക്ക് അബായ വിത്ത് റെഡ് എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ. ഓക്കെ, അപ്പം നിങ്ങൾ ഏതാണ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി മുഖംമൂടി ഇടണം. എവറിത്തിങ് ഇസ് ദ റെഡി ആയിട്ടുണ്ട്. പോവാണേ. ആരും കാണില്ല. അങ്ങനെ എല്ലാം സെറ്റായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എക്സൈറ്റ്മെൻറ്റ് ലെവൽ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. മദീനത്തേക്ക് പോവാന്ന് പറയുന്നതിനൊരു സ്പിരിച്വലി നമ്മൾ അത്ര എക്സൈറ്റഡ് ആവും. 2.5 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ മദീന കാണാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ പറയാൻ കഴിയില്ല. നമുക്ക് അറിയാമല്ലോ, പോയവർക്കറിയാം. പോയവർക്കായിരിക്കും അങ്ങോട്ട് പിന്നെയും പോകാൻ അധികം ആഗ്രഹം ഉണ്ടാവുക. അല്ലാത്തവർക്ക് ആഗ്രഹമില്ല എന്നല്ല കേട്ടോ. അത് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ആഗ്രഹമായിരിക്കും പോകാനും അറിയാമല്ലോ. എനിവേ, ഞാനും ബേബി മാത്രമാണ് 2 ഡേയ്സിന് പോകുന്നത് കേട്ടോ. എൻ്റെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ നാളെ തന്നെ തിരിച്ചു പോരും. അതുകൊണ്ട് തന്നെ അവരങ്ങനെ പാക്കിങ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. സിമ്പിളായിട്ടുള്ള ബാഗ് യൂഷ്വലി കയ്യിൽ പിടിക്കുന്നത് മാത്രം എടുത്തിട്ടാണ് പോരുന്നത്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഷറഫയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ലേറ്റാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അത്ര ലേറ്റൊന്നും അല്ല. ഞങ്ങൾ മൗലവി ട്രാവൽസിൻ്റെ കൂടെയാണ് കേട്ടോ മദീനയിലേക്ക് പോകുന്നത്. ഇതായിരുന്നു ബസ്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ബസ്സിലേക്ക് കയറി. എല്ലാവർക്കും സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും പല സ്ഥലത്താണ് ഇരിക്കുന്നത്. ബട്ട് ഓരോരുത്തർക്കും ഓരോരോ കൂട്ടുകളുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി സെറ്റ് ചെയ്ത് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. وسوء المنقلب في المال والأهل والولد ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ടിക്കറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് കാര്യങ്ങളും റൂമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒരു 50 മിനിറ്റ്സ് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും ടോയ്ലറ്റിലൊക്കെ പോകാനുണ്ടെങ്കിൽ വേഗം പോയി വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം വിഷമതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപ്പ ഞങ്ങൾക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഒരു 8 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഒരു ജ്യൂസ് കുടിക്കണം എന്നായിരുന്നു. അപ്പം നേരെ പോയത് അടുത്തുള്ള ബഗാലിക്കാണ് പോയത്, മിനുവിനെയും കൂട്ടിയിട്ട്. അങ്ങനെ നേരെ പോയിട്ട് ഒബ്വിയസ്ലി ഹൗ ഒബ്സെസ്ഡ് ഐ ആം വിത്ത് സ്ട്രോബെറി ലെമൺ. ഒബ്വിയസ്ലി ഐ വുഡ് ചൂസ് ദാറ്റ്. ഞാൻ അതന്നെ ചൂസ് ചെയ്തിട്ട് നേരെ കേക്ക് സെക്ഷനിൽ പോയി. അവർക്ക് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കേക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു 6 പെയറുള്ള കേക്ക് എടുക്കാം. ബട്ട് അതത്ര പോരായിരുന്നു കേട്ടോ. ബസ്സിലേക്ക് എത്തിയപ്പോൾ ഉപ്പ വാങ്ങിയ സാൻഡ്വിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ബസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വേഗം കഴിച്ച് തീർത്താൽ പോകുന്ന യാത്രക്ക് സുഖമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പള്ളികളൊക്കെ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് വലിയ മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഒരാൾ മസ്ജിദ് ഖുബയിൽ വന്ന് मस्जिद कुबा में उनके जाके वुज़ू करके 2 रकात नवाफिल करेगा, नमाज कला से जल्दी आ जाओ इंशाअल्लाह। जैसे फजर नमाज नहीं है, फजर नमाज इंशाअल्लाह हरम में पढ़ा है। ये मस्जिद में 2 रकात नवाफिल करेगा, हमको मालूम है ना। ഇതുവരെ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറമിൽ വെച്ചിട്ട് വേണം നമുക്ക് സുബഹി നിസ്കാരം നിസ്കരിക്കാൻ എന്ന് വെച്ചാൽ മസ്ജിദ് നബവിയിൽ വെച്ചിട്ടാവണം. അതുകൊണ്ട് പെട്ടെന്ന് മസ്ജിദ് ഖുബയിൽ പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് ആർക്കെങ്കിലും ടോയ്ലറ്റിൽ പോകാണ്ടെങ്കിൽ വേഗം കഴിഞ്ഞിട്ട് വേഗം ബസ്സിൽ വന്ന് കയറുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ അത്രയും ഫാസ്റ്റിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ മസ്ജിദ് ഖുബൻ്റെ പുറത്ത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്നും അല്ലായിരുന്നു. അതുപോലെ വുളു എടുക്കുന്ന സെക്ഷൻസൊക്കെ ആകെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം ഇപ്പോൾ വുമൻസിന് വുളുവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അറിയാലോ അതിനൊരു യാത്രയാണ്. അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ വുളു എടുത്ത് അങ്ങനെ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. ഈ പള്ളിയിലേക്ക് ഈ സൈഡിലായിട്ട് ഞങ്ങൾക്ക് ചെരുപ്പൊക്കെ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. ഇങ്ങനെയാണ് ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള വ്യൂ കേട്ടോ. അടിപൊളി നല്ല പള്ളിയായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ പള്ളിക്ക് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഈ മുന്നോട്ട് കാണുന്ന ഈ ഭാഗം പിന്നെ ഉണ്ടാക്കിയതാണ്. യൂഷ്വലി ആ സൈഡും ഈ സൈഡും മാത്രമേ ഉള്ളായിരുന്നു. ഈ സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞ് ചെറിയൊരു സെൽഫി വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. സമയമല്ല, ഞങ്ങൾക്ക് വേഗം അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറേണ്ടതാണ്, അറിയാലോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം നിസ്കരിച്ച് വരണം എന്നുള്ളതിൽ ഞങ്ങൾ വേഗം നിസ്കരിച്ച് ഓടി വന്നതാണ്. ഇപ്പോൾ ടൈമുണ്ട് കണ്ടപ്പോൾ പിന്നെ പലരുടെ കോഫിയൊക്കെ വാങ്ങിത്തരാൻ പറഞ്ഞു. കോഫി കൊണ്ടൊക്കെയാണ് പിന്നെ ബസ്സിലേക്ക് കയറിയിട്ടുണ്ടാവുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു കേട്ടോ. ബസ്സിലേക്ക് പോകുമ്പോൾ ശരിക്കും കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ മസ്ജിദിലെ. ഇനി എന്നാ കാണാൻ പറ്റാവോ. എനിവേ അതൊരു ഇമോഷണൽ ഫീലിംഗ് തന്നെയാണ്. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഉള്ള ബസ്സിൽ കയറിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ബ്യൂട്ടിഫുള്ളേ. എനിവേ പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഹറമിൽ കിട്ടിയില്ല, ലേറ്റായി. അപ്പോൾ ഉഹദിൻ്റെ അടുത്തുള്ള പള്ളിയാണിത് കേട്ടോ. ഉഹദ് മൗണ്ടൈൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞല്ലോ ഉഹദിൻ്റെ തൊട്ടടുത്താണിത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. ഇതാണ് കേട്ടോ ഉഹദ് മല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാകും. ഉഹദ് മല എന്ന് പറയുന്നത് ഒരു മല എന്നല്ല, അത് കുറേ മലകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഉഹദ് മൗണ്ടെയ്ൻസ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ പള്ളിയിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് നിസ്കരിക്കാൻ, അറിയാലോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഈ 2 സിയാറത്തും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുക. അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തിയിട്ടോ നല്ല രീതിക്ക് ടയർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരും കിടന്നിട്ടുണ്ട്. അങ്ങനെ ജുമ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. മദീന കുറേ കാലത്തിന് ശേഷം കാണാൻ പോവല്ലേ. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ കുറേ നടന്നിട്ടാണ് ഞങ്ങൾ മദീനത്ത് എത്തിയത്. കുത്തുബ അപ്പോഴേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ പറയുന്നത്. ഞങ്ങൾ പച്ചക്കുപ്പൊക്കെ അപ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു.
നല്ല രീതിക്ക് തിരക്കുണ്ട്. അത് ജുമ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്കൽ ഞങ്ങൾ ഐസ്ക്രീം ബാസ്ക്കറ്റ് റൂമിൽ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയിരുന്നത്. പിന്നെ മഗ്‌രിബ് സമയത്താണ് ഞങ്ങൾ പള്ളിയിലേക്ക് പിന്നെയും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇശാ നിസ്കാരം കൂടെ നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മ അന്ന് തന്നെ തിരിച്ചു പോകും. അപ്പം ഉമ്മാൻ്റെ കൂടെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഇന്നത്തെ ഡേ എൻഡിങ് ആണ്. ഇനി സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിലേക്ക് കടന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ല ഇവിടുത്തെ ഒരു എസ്പെഷ്യലി പ്രത്യേക ഒരു രസമാണ്. മക്കത്തും മദീനത്തും പ്രാക്കൾ വേറെ ലെവലിലുണ്ടാവും കേട്ടോ. മദീനത്ത് വന്നാൽ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഫീഡിങ് പീജൺ എന്നൊക്കെ പറയുന്നത്. അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും അവർ നമ്മളിങ്ങനെ പീജൻസിന് ഇങ്ങനെ ഫീഡ് ചെയ്യാറുള്ളത് ഒരു പ്രത്യേക തരം എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയുമല്ലോ. അങ്ങനെ ഞങ്ങൾ മദീനത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മദീനത്തിൻ്റെ പുറത്തും ഇങ്ങനെ കുറേ പ്രാക്കളുണ്ടാവും. നല്ല രസമാണ് കാണാൻ തന്നെ അറിയില്ല. അത് പ്രത്യേകിച്ച് പറന്ന് പോകുമ്പോൾ കൈ സോ പ്രിറ്റിയാണെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ നടന്ന് ഞങ്ങൾ മിനാരം കാണാൻ തുടങ്ങി കേട്ടോ. ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് റൗള പോകാനുള്ളൊരു ദിവസമാണ്. അപ്പോൾ എത്രത്തോളം ഇമോഷണൽ ആൻഡ് ഹാപ്പിയാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈ ഒരു മൂമെൻറ്റിന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇന്ന് ഞാൻ പെർമിറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സെഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ സെയ്യുനെ കൊണ്ടുപോകാൻ പറ്റില്ല, ചെറിയ മക്കളെ അങ്ങോട്ട് കയറ്റൂല. അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ ന്യൂസൊക്കെ കാണിച്ചു കൊടുക്കണം. എല്ലായിടത്തും പെർമിറ്റ് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുക. പിന്നെ ഈ സൈഡിൽ കണ്ടോ ഒരു കവർ ഇങ്ങനെ കൊടുക്കുന്നത്. ഈ കവർ എന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് ആ കവറിൽ ഇട്ടിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കയറി വരുന്നത്. എപ്പോഴൊക്കെ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല അറിയാലോ. അത്രയും ഹാപ്പിയസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ നബിൻ്റെ അടുത്തെത്തുന്നുള്ള ഫീലിംഗ് വരിക എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അത്രയും ഇമോഷണലായി പോകുമെന്നൊക്കെ പറയുമല്ലോ. അത്രയും ഒഴിവായിരുന്നു കേട്ടോ. കാരണം ഈ പെർമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ ടൈമിൽ കയറാൻ പറ്റുള്ളൂ. സോ എല്ലാവരും വരുന്ന ആ ഒരു ഓർഡറിലാണ് എല്ലാവരും പോവുക. അങ്ങനെ ഓരോ ചവിട്ട് നമ്മൾ റൗലൻ്റെ അടുത്തെത്തുകയാണ്, ലൈക്ക് നബിൻ്റെ അടുത്തെത്തുകയാണ്, സ്വർഗത്തേക്ക് എത്തുകയാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഭയങ്കര വലിയ ഫീലിങ്സ് ആയിരിക്കും. ഈ സമയത്ത് തന്നെ നമ്മളെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം അങ്ങനെ തുടങ്ങും പറയുമല്ലോ. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് വ്ളോഗൊന്നും അധികം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയും ഇമോഷണലി പ്രിപ്പയർഡ് ആയിരിക്കില്ല. അത്രയും ഹാപ്പിയും അതുപോലെ തന്നെ കരയണോ സങ്കടപ്പെടണോ നമ്മൾ ഇവിടെ നിന്നേ തോർക്കാൻ തുടങ്ങും കേട്ടോ. കാരണം നമ്മൾ കണ്ണിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. ഇതാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഇതാണ് നബിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നബിൻ്റെ ഖബർ വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കൊന്നും ആ സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല. പക്ഷെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ക്ലിപ്സും ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അറിയാലോ. പിന്നെ നേരെ കയറി നിസ്കരിച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 35 മിനിറ്റ്സ് ഞാൻ അവിടെ ഇരുന്ന് നിസ്കരിച്ച് ഈ മുമ്പറിൻ്റെ അടുത്തല്ല, ഞാൻ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ തന്നെ നിസ്കരിച്ചാനൊക്കെ പറ്റിയിരുന്നു അറിയില്ല. ഖബറിൻ്റെ അടുത്ത് നിന്ന് തന്നെ നിസ്കരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സലാം പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ നമുക്ക് പറഞ്ഞാൽ മതിയാവില്ല. ഇത് കാണുമ്പോൾ വരെ നമുക്ക് ഇമോഷണലി നമ്മളത്രയും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. ഇത് കാണുന്ന എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടട്ടെ. കാരണം അത്രയും നമ്മളുടെ ഇമോഷണലി നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, അവിടെ നിന്ന് പോകാനേ തോന്നില്ല. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. എനിക്ക് അതിലേറെ നേരം അവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മളെ മര്യാദയാണ് നമുക്ക് കിട്ടിയ സമയത്തിൽ നമ്മൾ ഇറങ്ങിപ്പോരുക എന്നുള്ളത്. അങ്ങനെ അവിടെ അത്രയും നേരം ഇരുന്നിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ വ്യൂ ഇതായിരുന്നു കേട്ടോ. കുബ്ബിൻ്റെ അത്രയും അടുത്തൊരു വ്യൂ കിട്ടിയപ്പോഴും അള്ളാഹ് നബിൻ്റെ അത്രയും എത്താൻ പറ്റിയില്ല. ആ ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇറ്റ്സ് ലൈക്ക് അറ്റ്മോസ്ഫിയറാണ് അറിയാലോ. ഈ സമയത്തും എനിക്ക് എൻ്റെ ഉപ്പാനോടാണ് കടപ്പാടുള്ളത്. എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നത് എൻ്റെ ഉപ്പ കാരണത്താലാണെന്നൊക്കെ പറയുമല്ലോ. ഞാൻ ജനിച്ചതേ ജിദ്ദയിലാണ്. അത്രയും ചെറുപ്പം തൊട്ടേ മക്കയും മദീനയൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഉപ്പ ഉണ്ടായതുകൊണ്ട് ഐ എം വെരി ബ്ലെസ്ഡ്. അൽഹംദുലില്ലാ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഹാപ്പിനെസ് ഉണ്ടെന്ന് പറയുമല്ലോ. എൻ്റെ കുട്ടി നോക്കി മദീനത്താണ് ഈ കിടന്നുറങ്ങുന്നത്. ആ ഒരു ഇമോഷണൽ ഭയങ്കര ഹാപ്പിയാണ് അറിയാലോ. നല്ല രീതിക്ക് ഉറങ്ങി എണീറ്റു എന്നൊക്കെ പറയുമല്ലോ. എന്തായാലും ഞങ്ങൾ തിരിച്ച് പോവാണ്. മദീനത്ത് നിന്ന് പോവാനേ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ബട്ട് വി ഹാവ് ടു ലീവ് റൈറ്റ്. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സങ്കടത്തോടെ ഞങ്ങൾ പോവാണ്.
أكبر الله أكبر الله أكبر ولله الحمد سبحان الذي سخر لنا هذا وما كنا له مقترنين وإنا إلى ربنا لمنقلبون بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله وعلمت حبيبه صلى الله عليه وسلم തങ്ങൾ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സിയാറത്തുകളും മറ്റുള്ള ഇബാദത്തുകൾക്കും അല്ലാഹു തആല എല്ലാ പോരായ്മകളും പരിഹരിച്ച് അവന്റെ മഹമ്മദ് ഫദലുകൾ അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധമായ മദീനയിലെത്തി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പാപഭാരങ്ങൾ ഇറക്കി വെച്ച് സംശുദ്ധരായി തിരിച്ചു പോകുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ ബാക്കി ശിഷ്ടകാലം അല്ലാഹുവും റസൂലും പൊരുത്തപ്പെട്ട വഴിയിലൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെയാവട്ടെ ആ മദീനയോട് ഇവിടെ ചോദിക്കുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറഞ്ഞു തിരിയുന്നത് നമ്മുടെ ജീവിതാന്തത്തിൽ പൊരുത്തപ്പെട്ട അമലിലായി അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിച്ച് അവസാനം ആത്മഹത്യ നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ വന്നതുപോലെ ഈ മദീന സിയാറ സർവീസിലാണ്. എല്ലാ ദിവസവും ഇന്ന് രാത്രി 8 മണി മുതൽ 10 മണി വരെ ബസ്സുണ്ട്. ഇത്ര ദിവസം നിന്ന് ഏത് ദിവസവും തിരിച്ചു പോകാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ വ്യാഴാഴ്ചയിൽ ആ സംരക്ഷണങ്ങളിൽ ഒരുപാട് മക്കളുടെ കാണാനുള്ള അവസരം, മ്യൂസിയം ഒക്കെ കാണാനുള്ള അവസരമുണ്ട്. അതുപോലെ തായിഫിലെ ചരിത്ര സ്ഥലങ്ങളും അതോടൊപ്പം വിനോദസഞ്ചാരങ്ങളും രണ്ടും കൂടി എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ എല്ലാവരും യാത്ര ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് ശേഷം പോയി രാത്രി തിരിച്ചു പോരുന്ന സംവിധാനമുണ്ട്. അതുപോലെ ജോർദാനിലേക്ക് വിസിറ്റിംഗ് വിസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോർദാനിലേക്ക് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ബസ്സുണ്ട്. അത് നിങ്ങളതിന് കൂടുതൽ വിവരങ്ങൾ അറിയാം. നിങ്ങളുടെ ടിക്കറ്റിന്റെ ഓഫീസുമായി ബന്ധപ്പെടുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് സഹകരിക്കും എന്ന പ്രതീക്ഷയോടെ എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി